നമസ്കാരം. ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ സ്വന്തമായൊരിടം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പതിയെ പതിയെ ആയുധ കയറ്റുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന വികസനത്തിന് കരുത്ത് പകർന്നുകൊണ്ട് യുദ്ധവിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി. അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് AMCA പ്രോജക്റ്റിലെ 5ാം തലമുറ യുദ്ധവിമാനത്തിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ റഡാർ, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ട്. രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കൂടി സഹകരിപ്പിച്ചായിരിക്കും പദ്ധതി പൂർത്തീകരിക്കുക. പദ്ധതി നടപ്പിലാക്കാൻ എയറോനോട്ടിക്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ പങ്കും നിർണായകം. പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ 5ാം തലമുറ വിമാനം സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും. ഇന്ത്യയുടെ പിനാക റോക്കറ്റ് സംവിധാനം നവീകരിക്കുന്നതിലൂടെ വ്യോമമേഖലയിൽ ഞെട്ടിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കുന്നതായിരിക്കും. 3 മാസം മുൻപ് ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിന് മുന്നിൽ പിനാക്കയുടെ പ്രകടനം വിലയിരുത്തുന്നതിനായുള്ള പ്രദർശനം നടന്നിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, പിനാക്ക വിമാനങ്ങളെ ഫ്രാൻസ് നോട്ടമിട്ടിട്ടുണ്ട് എന്നും ഇത് വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. പിനാക്കയുടെ പ്രഹരശേഷിയിലും കൃത്യതയിലും ഫ്രാൻസ് അത്ഭുതം രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് യുദ്ധവിമാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകാരം നൽകിയത്. 15,000 കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ്. ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമായാണ് AMCA വിഭാവനം ചെയ്യുന്നത്. ആയുധങ്ങൾ വഹിക്കാൻ ഉള്ള ഇന്റേണൽ വെപ്പൺ ബേ, അത്യാധുനിക ഏവിയോണിക്സ് എന്നീ സവിശേഷതകൾ AMCAക്ക് ഉണ്ടായിരിക്കും. യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ വികസനവും പുരോഗമിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയുടെ പീരങ്കി ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന പിനാക MK3 എന്ന പുതിയതും കൂടുതൽ ശക്തവുമായ ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റവും വികസിപ്പിച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഈ നൂതന റോക്കറ്റിന് സാധിക്കും. കൂടാതെ ഇവയുടെ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിന്യസിച്ച് കഴിഞ്ഞാൽ ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ദീർഘദൂര ആയുധങ്ങൾക്കെതിരായി ഈ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിന് ഒരു പ്രധാന വഴിത്തിരിവായിരിക്കും. പിനാക MK3 എന്നത് പൂനെയിലെ DRDOയുടെ ആയുധ ഗവേഷണ വികസന സ്ഥാപനം മറ്റ് ഗവേഷണ ലാബുകളുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ്. പിനാക കുടുംബത്തിലെ ഏറ്റവും നൂതനമായ പതിപ്പാണ് ഇത്. മുൻ വകഭേദങ്ങളായ MK1 അതുപോലെ തന്നെ MK2 ഗൈഡഡ് പിനാക എന്നിവയേക്കാൾ മെച്ചപ്പെട്ട വേർഷനാണ് ഇത്. പിനാക MK3ക്ക് 120 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാൻ സാധിക്കുന്നതാണ്. 250 കിലോഗ്രാം ഭാരമുള്ള വാർ ഹെഡ് വഹിക്കുന്ന ഇതിന് ശത്രു കമാൻഡ് സെന്ററുകൾ, ബങ്കറുകൾ, വിതരണ കേന്ദ്രങ്ങൾ എന്നിവ നശിപ്പിക്കാൻ തക്ക ശേഷിയുണ്ട്. റോക്കറ്റിന് 300 mm വ്യാസമുണ്ട്. ഇത് പഴയ 214 mm പതിപ്പിനേക്കാൾ വലുതാണ്. കൂടുതൽ ഇന്ധനവും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും അനുവദിക്കുന്ന ഇവ അതിൻ്റെ വ്യാപ്തിയും പ്രകടനവും അത്ര തന്നെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. DRDOയുടെ റിസർച്ച് സെൻറ്റർ ഇമാറാത്ത് വികസിപ്പിച്ചെടുത്ത ഒരു ഹൈടെക് ഗൈഡൻസ്, നാവിഗേഷൻസ് അതുപോലെ തന്നെ കൺട്രോൾ കിറ്റാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിൽ ലേസർ ഗൈറോ നാവിഗേഷനും മൈക്രോസ്ട്രിപ്പ് ആൻറ്റിനകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 10 മീറ്ററിൽ താഴെയുള്ള ലക്ഷ്യത്തിന് ഉയർന്ന കൃത്യതയും നൽകുന്നുണ്ട്. പഴയ MK1 ഏകദേശം 500 മീറ്റർ CEP ആണ് ഉണ്ടായിരുന്നത്. നിലവിലുള്ള പിനാക ലോഞ്ചറുകളിൽ നിന്ന് പിനാക MK2 വിക്ഷേപിക്കാൻ കഴിയും. ഇത് അധിക ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പിനാക MK3 റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്സിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. 2024 നവംബറിൽ നടന്ന ഗൈഡഡ് പിനാകയുടെ വിജയകരമായ പരീക്ഷണങ്ങളുടെ തുടർച്ചയായാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത്. പിനാക MKIIയുടെ കൃത്യതയോടുള്ള നാവിഗേഷൻ സംവിധാനം ലഡാക്ക്, കാർഗിൽ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിൽ നിർണായകമാണ്. ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾക്കിടയിലും ഉയർന്ന കൃത്യതയോടെ ശത്രു ബങ്കറുകളെയും കമാൻഡ് പോസ്റ്റുകളെയും ലക്ഷ്യമിടാൻ ഇതിന് കഴിയുന്നതാണ്. തദ്ദേശീയമായ രൂപകൽപ്പനയും നിലവിലുള്ള ലോഞ്ചറുകളുമായുള്ള പൊരുത്തവും കാരണം പിനാക MKII സാമ്പത്തികമായി കാര്യക്ഷമവുമാണ്. ഇത് വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അറ്റകുറ്റപ്പണികളുടെയും നവീകരണങ്ങളുടെയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കച്ചവടത്തിലും വലിയ രീതിയിൽ ഇന്ത്യക്കത് ഗുണകരമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്.